റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന ചില്ലി ചിക്കൻ്റെ അതേ രുചിയിൽ ഇന്ന് നമുക്ക് വീട്ടിലും ഒരു അടിപൊളി ചില്ലി ചിക്കൻ തയ്യാറാക്കാം. അതിലേക്കായി എല്ലില്ലാത്ത ചെറിയ പീസ് ചിക്കൻ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് മസാല പുരട്ടി വയ്ക്കണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. രണ്ട് സ്പൂൺ സോയാ സോസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചിക്കനിലേക്ക് കുറച്ച് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർക്കണം. ഒരു നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കൈവച്ച് തന്നെ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. കൈവച്ചാകുമ്പോൾ ചിക്കനിൽ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിക്കും. ഇതുപോലെ കൈവച്ച് മസാലയെല്ലാം ചിക്കനിൽ നല്ലതുപോലെ പിടിക്കുന്നതിന് വേണ്ടി എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതുപോലെ യോജിപ്പിക്കുക. അതിനുശേഷം ഇതൊരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ഓയിലൊഴിച്ച് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഡീപ്പായിട്ടൊന്നും ഫ്രൈ ആവണ്ട, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ തയ്യാറാക്കാം. അതിലേക്ക് ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യണം. ചതച്ചെടുക്കണ്ട, ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സാധാരണ സവാള അരിയും പോലെ അല്ല, ചില്ലി ചിക്കൻ ആകുമ്പോൾ നമുക്കിങ്ങനെ ഒന്ന് സ്ക്വയർ പീസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 സവാള ഞാൻ കട്ട് ചെയ്തെടുത്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വരുന്നതിന് ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് 1/4 സ്പൂൺ ഉപ്പ് കൂടി മതി. അതുകൂടി ചേർത്ത് ഇതെല്ലാം ഒന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി അല്പനേരം ഒന്ന് അടച്ച് വയ്ക്കാം.
സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കവും ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് അതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളി കൂടി നല്ല പഴുത്ത ഒരു തക്കാളി കൂടി കട്ട് ചെയ്ത് 1-2 തക്കാളി ചേർക്കാം. അങ്ങനത്തെ ഒരു തക്കാളി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ക്യാപ്സിക്കും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം. ഇതെല്ലാം ഒന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി അല്പനേരം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കണം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ രുചികരമായിട്ടുള്ള ചില്ലി ചിക്കൻ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. നമുക്ക് കടലിൽ നിന്നൊക്കെ ചില്ലി ചിക്കൻ വാങ്ങുമ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അതേ രുചിയിൽ നമുക്ക് വീട്ടിലും വളരെ കുറഞ്ഞ ചേരുവ വെച്ച് എളുപ്പത്തിൽ ചില്ലി ചിക്കൻ തയ്യാറാക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും നമുക്കിതിൽ ആഡ് ചെയ്യണ്ട. ഇനി അല്പം ഗരം മസാല പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ചില്ലി സോസും സോയാ സോസും ടൊമാറ്റോ സോസും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചില്ലി സോസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ സോയാ സോസും ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കാം. വളരെ രുചികരമായിട്ടുള്ള ചില്ലി ചിക്കനാണ്. ഈ രീതിയിൽ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതെല്ലാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അല്പം കോൺഫ്ലവർ കൂടി നമുക്കിതിലേക്ക് കലക്കി ഒഴിക്കണം. കോൺഫ്ലവർ കൂടി കലക്കി ഒഴിക്കുമ്പോൾ അല്പം ഗ്രേവി പരുവത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ രുചികരമായിട്ടുള്ള ചില്ലി ചിക്കൻ ഈ രീതിയിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. നമുക്കിത് അല്പം ഗ്രേവിയോട് കൂടിയുള്ള ചില്ലി ചിക്കനാണ്.
പൊറോട്ടയോ ആയാലും ചപ്പാത്തി ആയാലും ഏതിനൊപ്പം വേണമെങ്കിലും നമുക്ക് ഈ ചില്ലി ചിക്കൻ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.